ഹായ്, എന്താ സംഭവം മനസ്സിലായോ? തണ്ടാടി വല കെട്ടാനുള്ള ഒരു പരിപാടിയിലാണ് ഇന്നൊരു ഞായറാഴ്ച. വീട്ടിൽ ഓഫീസ്, എല്ലാ ദിവസവും ഓഫീസാണ്, ഇന്നൊരു ദിവസം ലീവ് കിട്ടുകയാണ്. തണ്ടാടി വല എങ്ങനെ കെട്ടുക എന്നുള്ളത് നോക്കാം നമുക്ക്. കയറുണ്ട്, വല ഉണ്ട്, പൊങ്ങുണ്ട്, ഈയത്തിൻ്റെ കട്ടകളുണ്ട്, വല ഇഷ്ടം പോലെ. അപ്പോൾ ഇതൊന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആവശ്യക്കാർ തീർച്ചയായിട്ടും കാണുക. അല്ലാത്തൊരു ആവശ്യക്കാർക്ക് ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? ആദ്യം നൂലിൻ്റെ അറ്റം ലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് ഷാർപ്പാക്കി എടുക്കണം. ഇത് കോർത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നൂലിങ്ങനെ കുടുങ്ങി കളിക്കരുത്. കോർക്കാൻ ഇത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതിന് എളുപ്പപ്പണിയൊന്നുമില്ല. ഇങ്ങനെ കോർത്തെടുക്കണം. ഒന്ന് ഈ ഭാഗത്തേക്ക് ഇടുക, ഒന്ന് മറുഭാഗത്തേക്ക് ഇടുക. ആ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ ഒരു കോർത്തെടുക്കാനുള്ള ഒരു പ്രോസസ്സ്. അങ്ങനെയാണ്. അത് ക്ഷമയോടുകൂടി ചെയ്യണം, കാരണം ഇതിന് എളുപ്പപ്പണിയൊന്നുമില്ല. ഏകദേശം കോർത്തിട്ട് നമ്മളെ 2 കൈ നീളത്തിൽ ഉള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഓരോ പൊങ്ങിടാം മുകൾ ഭാഗത്ത്. അതിനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. നീട്ടിപ്പിടിച്ചിട്ട് ഏകദേശം ഒരു നീളം അത് നമുക്ക് നമ്മളെ സൗകര്യം പോലെ ചെയ്യാം. ഇതിന് വലിപ്പമുള്ള പൊങ്ങൊക്കെ കിട്ടും. ഇതിൽ ചെറിയ പൊങ്ങുണ്ട്, വലിപ്പമുള്ളതുമുണ്ട്, ഒക്കെ ഉണ്ട്. അത് നിങ്ങളെ വലയുടെ തിക്നെസ് അളവിനനുസരിച്ചിട്ടാണ് അത് ഇടാറ്. അപ്പോൾ ഏകദേശം ഇത്ര ഡിസ്റ്റൻസ് ഇട്ടു. ഒരു ചെറിയ ലൂസ് ഉണ്ടായിരിക്കണം, വല ടൈറ്റ് ആയിരിക്കരുത്. കുറച്ച് ലൂസ് ഇട്ടിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പൊങ്ങിടാൻ. വീണ്ടും അതിന് ശേഷം കോർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു പാറ്റേണിൽ എത്ര നീളത്തിലുള്ള വലയാണോ അതൊക്കെ കോർത്തെടുക്കുക. പിന്നെ കോർക്കാൻ ഞങ്ങൾ എളുപ്പപ്പണിയായിട്ട് ഞങ്ങൾ എടുക്കാറ് ചെറിയ സ്പൂണുണ്ടല്ലോ, ഐസ്ക്രീമൊക്കെ എടുക്കുന്ന സ്പൂണ്. അതിലിങ്ങനെ കോർത്തെടുക്കാം. നൂലിൽ കോർക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഇതിൽ കോർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ കോർത്തെടുത്തുകൊണ്ട് ഇപ്പം എന്താ കാര്യം? വലിയ കാര്യം. ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് എവിടെയാണോ നൂല് നമ്മൾ കോർത്ത് വെച്ചത് അതിൻ്റെ ബാക്കി ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ അങ്ങ് കയറ്റി കൊടുത്തിട്ട് നമുക്ക് അത്രയും ഭാഗം അതൊരു കയറിൻ്റെ ഉള്ളിലാവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് ചെയ്യാം. അത് സോഫയിലിരുന്ന് ചെയ്യാം, സിറ്റൗട്ടിലിരുന്ന് ചെയ്യാം, എവിടെ നിന്നായാലും ഇതിൻ്റെ തല കുറച്ച് കിട്ടിയാണ്. പിന്നെ വേറൊരു ഇത് എന്താ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെ ഹെൽപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കയറിൻ്റെ തലക്കലേ എല്ലാവർക്കും കോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്പൂണ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എവിടുന്ന് വേണമെങ്കിലും കോർത്തെടുക്കാം. കേട്ടോ, അതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് തന്നാൽ അവിടെ കയറിട്ട് എടുക്കാം. അങ്ങനെയാണ്. ഹെൽപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസ് വേണം. ഈ മീനുകൾ കുടുങ്ങണമെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വല നീങ്ങി പോകാണ്ടിരിക്കാൻ ചെറിയ കയർ ഉപയോഗിച്ചിട്ട് ലോക്കിട്ട് കെട്ടുക. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. ആ ഒരു കെട്ട് നിർബന്ധമാണ്. ചില വലകൾ വലിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ മീനുകൾ കുടുങ്ങാൻ സാധ്യത കുറവാണ്. കുറച്ച് ലൂസ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടുക.
ആദ്യത്തെ 2 കെട്ട് കെട്ടണം. ഒരു കെട്ട് കെട്ടി അതിൻ്റെ പുറമെ വേറൊരു കെട്ട് കൂടി. കാരണം ഇത് നൈലോൺ നൂലായതുകൊണ്ട് ചിലപ്പോൾ ലൂസായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കെട്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടും. വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു പരിപാടി എടുത്തത്. കാരണം സുഖമാണ്. മഴക്കാലമായതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നത്. മുറ്റത്തേക്ക് കെട്ടിയിട്ട് ആ ഒരു ലൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു വലയാണ്. നേരത്തെ ചെയ്തത് പണി കഴിഞ്ഞു. ഇത് വേറെ വല. 3 വല ഒരുമിച്ചാണ് ഞാൻ ചെയ്തത്. മുറ്റത്താണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കെട്ടി കഴിഞ്ഞിട്ട് ലൂസ് കറക്റ്റ് ആക്കിയിട്ട് എന്നിട്ട് ലോക്കിട്ട് കെട്ടും. ഇതാണ് ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലോക്കിട്ട് കെട്ടാൻ മറന്നു പോയത്, അത് ബാധിക്കും. മീനിനെ കിട്ടുന്ന ഒരു സംഭവം, മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യണം? ഈയത്തിൻ്റെ കട്ട പിടിപ്പിക്കണം. അതിനും ഇതേപോലെ താഴെ കയറിൻ്റെ മുകളിൽ ഈയത്തിൻ്റെ ഈ ചെറിയ വലിപ്പത്തിലും വലിയ വലിപ്പത്തിലും ഒക്കെ ഈയം കിട്ടും. കോഴിക്കോട് പാളയത്ത്, മേലെ പാളയത്ത് വലിയങ്ങാടിയിലേക്ക് പോകുന്ന റോഡിലുണ്ട് വലൻ്റെ കട. അവിടെ നിന്നാണ് വല വാങ്ങിക്കാറ്. അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടും. താഴത്ത് ഈയം വെക്കുമ്പോഴും ഇതേപോലെ ചെറിയ ലൂസ് ഇട്ടിട്ട് ഒരു ഗ്യാപ്പ്. മുകളിൽ നമ്മൾ ഏത് റേഷ്യോയിലാണോ ലൂസ് ഇട്ട് അതേ റേഷ്യോയിൽ ഇവിടെ ലൂസ് ഇട്ടിട്ട് വേണം ഈയം ചെയ്യാൻ. അത് നമുക്ക് ആവശ്യത്തിന് ഒരു കൈ നീളത്തിൽ വേണമെങ്കിൽ ഈയം വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ 3 വലൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കോർത്തെടുക്കാം. നമുക്ക് കോയിലൊന്ന് കൊണ്ടുപോയി ഇട്ട് നോക്കാം. ഇപ്പം കറക്റ്റ് നല്ല രീതിയിൽ മീൻ കിട്ടുന്ന സമയമൊന്നുമല്ല. ഒരു മീഡിയം കിട്ടുന്ന വലിയ പ്രതീക്ഷയോടുകൂടി ഒന്നല്ല പോകുന്നത്. നമുക്ക് നോക്കാം. ഇതേപോലെ ഒരു തല നമുക്ക് ഏതെങ്കിലും പൊന്തൻ്റെ മുകളിൽ കെട്ടിയിടാം. ഇത് ഞങ്ങളുടെ കുറ്റിക്കടവ് ചെറുപ്പുഴയാണ്. ഇങ്ങനെ കെട്ടിയിട്ടൊരു ഭാഗം, എന്നിട്ട് താഴത്തേക്ക് നീട്ടിയിടുകയാണ്. ഇടുന്നതിനൊരു പൊസിഷനും അതേപോലെ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ നാട്ടിലെങ്ങനെയാണോ അതുപോലെ ശ്രദ്ധിച്ചിട്ട് ഇതൊരു കോലിലിങ്ങനെ കോർത്ത് വെച്ചാൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല കുടുങ്ങിപ്പോവാതിരിക്കാനും ഒക്കെ നല്ലൊരു ചെറിയ വണ്ണം കുറഞ്ഞ ഒരു കോല് കൂർപ്പിച്ചുണ്ടാക്കിയിട്ട് അതിൽ വേണം കോർത്ത് വെക്കാൻ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം പെട്ടെന്ന് എടുക്കാനും ഇതേപോലെ വല ഇടാനും ഒക്കെ എളുപ്പമാണ്. തണ്ടാടി വല ഒരുപാട് പേര് നിർമ്മിക്കുന്നതാണ്. പക്ഷേ ഇത് നിർമ്മിച്ച് വെച്ച തണ്ടാടിക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് നമുക്ക് സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഏകദേശമൊക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്ര സിമ്പിളാണ്, പക്ഷേ കുറച്ച് ക്ഷമ വേണം ചെയ്തുണ്ടാക്കണമെങ്കിൽ. വീട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വല ഉണ്ടാക്കി ഇതൊരു ബിസിനസ്സാക്കി എടുക്കാൻ വേണമെങ്കിൽ വല ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാം ചെയ്യാം. അപ്പോൾ ഇത് രാവിലെ ഇട്ടു. ഇനി ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്കിത് പോയി നോക്കേണ്ടത്. ഉച്ചയ്ക്ക് ശേഷമായി. ഏകദേശം എനിക്കൊരു 7ഓളം മീൻ കിട്ടി. ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു വലയിൽ ഒരു 7ഓ 8ഓ മീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഫുള്ള് വീഡിയോ എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, തോണിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എടുക്കുന്ന സമയം ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. വീഡിയോ എടുക്കലും ഒക്കെ കൂടി നടക്കാത്തതുകൊണ്ട് ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം.